ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ മാർക്കറ്റിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 55,800 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. 70 ക്വാണ്ടിറ്റി. ചെറുതായിട്ടല്ല, മാർക്കറ്റിൻ്റെ അകത്തൊരു ചെറിയ റിട്രേസ്മെൻ്റ് ആണ് ഇപ്പോൾ കാണുന്നതെന്ന് വിചാരിക്കുന്നത്. മാർക്കറ്റ് ഓവറോൾ ഒരു അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു അപ്പ് ട്രെൻഡിലാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇന്ന് കണ്ടിന്യൂ ചെയ്യും തന്നെയാണ് വിചാരിക്കുന്നത്. ക്വാണ്ടിറ്റി കുറച്ചാണ്, 70 ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് ഒരു ഫേവർ ആയിട്ടുള്ളൊരു വീക്കല്ല. അപ്പം നമുക്ക് ഒരു 2-3 ഡേയ്സ് കണ്ടിന്യൂസ്ലി ഒരു പ്രോഫിറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. വെറുതെ നമ്മൾ ഉള്ള ലോട്ട് സൈസിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് അവസാനം നമ്മൾ പെട്ടുപോകേണ്ട അവസ്ഥ വരണ്ട. സോ ഇപ്പോൾ ഒരു 55,800 കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. 70 ക്വാണ്ടിറ്റി നമുക്ക് ആവറേജ് ഒരു 482 കിട്ടിയേക്കണത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. 500 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ലോസ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഏരിയയിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ കൊടുത്ത് ഇറങ്ങാം. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം. മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഫേവറായിട്ട് ഒരു സ്ട്രക്ചർ കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. സോ വളരെ കൂളായിട്ടുള്ളൊരു ട്രേഡാണ്. നമുക്ക് ഫേവറായിട്ട് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം ഏതായാലും എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ, മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവട്ടെ എന്നോർത്താണ് വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇടുന്നത്. സോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നോളജിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു രസമുണ്ടെന്നെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പറയാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ അത്രയും പറയേണ്ടെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം നമ്മളൊരു ടെക് ഗായ് ഒന്നുമല്ല, നമ്മളൊരു ടെക്നിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും അത്രയും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ജസ്റ്റ് വീഡിയോയ്ക്കകത്ത് കട്ട് ചെയ്തത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് സൗണ്ടോ അപ്പോൾ അതിൻ്റെ മ്യൂസിക്കിനെ പറ്റി അങ്ങനെയൊന്നും നമ്മൾ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റങ്ങളൊന്നും ചെയ്യാറില്ല. അതിപ്പോൾ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ അതിനെ നിങ്ങൾ പരിഹസിക്കേണ്ട. അപ്പോൾ അത് മാത്രം ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. കാരണം ഇപ്പോൾ ഏതായാലും ഒരു 1300 ലോസ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തു കഴിഞ്ഞാൽ 482 ആണ് നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് കിട്ടിയത്. 445ഉം 446 ട്രിഗറും കൊടുക്കാം. ജസ്റ്റ് ചെറിയൊരു അല്ലെങ്കിൽ കുറച്ച് വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്, കുഴപ്പമില്ല. ഏതായാലും നോക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഒന്ന് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. എന്താ ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എടുത്ത എൻട്രി ക്യാൻഡിലിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. സോ നമ്മളുടെ എൻട്രി എന്ന് പറയുന്ന ഈ ലൈനാണ്. ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ 100 എന്ന് പറയുന്നത് സ്പോട്ട് വൈസ് ആണ് കേട്ടോ, പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇവിടെ 50. അതിനെപ്പറ്റി ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളൊരു 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റാണ് കൊടുക്കുക. ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ വരും. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് നമുക്ക് എഗ്നിസ്റ്റായിട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 പോയിൻറ്റ്സിൽ മാർക്കറ്റിൽ ട്രേഡ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടാർഗറ്റിനെ ബുക്ക് ചെയ്യാം. ഏതായാലും നമുക്ക് നോക്കാം ട്രേഡേഴ്സ്. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് വെരി ക്ലോസ് ടു അവർ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോൾ ഞാൻ നല്ലൊരു പാറ്റേൺ കണ്ടിട്ട് അവിടുന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. നല്ലൊരു പാറ്റേൺ കണ്ടിട്ടായിരുന്നു ഞാൻ ഈ ട്രേഡിൽ എൻട്രി എടുത്തത്. പക്ഷേ നമുക്ക് എഗനിസ്റ്റായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്ത്. കുഴപ്പമില്ല, നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ അടുത്തൊരു എൻട്രി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയമായി, ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് സമയമായി കണ്ടോ, 12 മണിക്ക് ഞാൻ എടുത്താണ്. ഞാൻ സിസ്റ്ററിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ഇപ്പോൾ ഒരു 12:51 ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. സോ പെട്ടെന്ന് വന്ന് ഞാൻ ഒന്ന് സിസ്റ്റം ഓണാക്കിയപ്പോഴത്തേക്ക് ഇത്രയും സമയമായി. കുഴപ്പമില്ല. ഏതായാലും നമ്മളുടെ ടാർഗറ്റും നമ്മളുടെ എൻട്രി പോയിൻറ്റ്, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 പോയിൻറ്റ്സ് ആണ്. പക്ഷേ ഇതിൽ നമ്മളുടെ ടാർഗറ്റിൽ നമ്മൾ ഇറങ്ങുന്നില്ല. ഇത് ഞാൻ വിചാരിക്കുന്നത് ഇതൊരു റൈഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താഴത്തോട്ടൊരു കണ്ടിന്യൂസ് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം കിട്ടും. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയ നമുക്ക് താഴത്തോ മാർക്കറ്റിനുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനെയും കൂടെ മാർക്കറ്റ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട് വയ്ക്കാം. അപ്പോൾ
ടാർഗറ്റ് ഞാനിപ്പോൾ ഏതായാലും ഇപ്പോൾ ഇനിഷ്യലി കൊടുക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു 3000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓവറോൾ നമ്മുടെ ലോസിനെയും കൂടെ റിക്കവറി ചെയ്തിട്ട് ഒരു ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 300 രൂപയുടെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. അപ്പോൾ ഇതിപ്പം റൈഡ് ചെയ്യാമെന്നാണ് ഈ ഒരു ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയ. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ സോ ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ വീണ്ടും നമ്മളുടെ പ്രീമിയം കുറയുന്നുണ്ട്. കുഴപ്പമില്ല, ഏതായാലും മാർക്കറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയ ആണ് ഞാനൊരു ടാർഗറ്റായിട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് ഉണ്ടായിരിക്കില്ല. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. നമ്മൾ 55,800ൻ്റെ പുട്ട് ഓപ്ഷനാണ് എടുത്തത്. ആദ്യത്തെ എൻട്രി എടുത്തത് കോൾ ഓപ്ഷനിലായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം അല്ലെങ്കിൽ ട്രെൻഡിനെ ഫോളോ ചെയ്യും, ട്രെൻഡിൻ്റെ ഒപ്പം പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ നല്ലൊരു ബ്രേക്ക് ഔട്ടിൻ്റെ അകത്തുമാണ് അവിടെ ട്രേഡ് എടുത്തത്. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്തില്ല. ആ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുമായിരുന്നു. സോ ഇപ്പം നമ്മൾ എഗെയിൻ വിത്ത് ദി മാർക്കറ്റ് എന്നുള്ള ലൈൻ നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഡൗൺ സൈഡാണ് മൊമെൻറ്റം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിനൊപ്പം പോവാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 2000 നല്ലപോലെ ഇപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 3500 പ്ലസിന് 4000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്കിപ്പോൾ ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ, മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കാം. സോ ഇപ്പം ഓവറോൾ ചിലപ്പം ഇത് വീക്ക് ഹാൻഡ്സിനെയൊക്കെ അല്ലെങ്കിൽ ചെറിയ റീറ്റെയിൽ ട്രേഡേഴ്സിനെയൊക്കെ ഇത്രയും വലിയൊരു റെഡ് ക്യാൻഡിൽ കാണുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഇറങ്ങി പോകുന്നവരുണ്ടായിരിക്കും. സോ അവരെ കാണിക്കാൻ വേണ്ടി ഫോം ആവുന്നതുമായിരിക്കാം. ഇനി അല്ല കണ്ടിന്യൂസ്ലി റെഡാണ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് നമ്മളുടെ എൻട്രി പോയിന്റിൽ തന്നെ കൊണ്ട് വച്ചേക്കാം. സോ ഇനിയിപ്പോൾ ഏതായാലും ഇതിൻ്റെ അത് ഈ ഒരു ട്രേഡിൽ ടെൻഷനില്ല. നമുക്ക് മാക്സിമം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എൻട്രി പോയിന്റിൽ തന്നെ ആയിരിക്കുള്ളൂ. സോ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇനിയിപ്പോൾ താഴത്തോട്ട് കണ്ടിന്യൂസ്ലി താഴത്തോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് തന്നെ ആയിരിക്കും ഹിറ്റ് ചെയ്യുക. നമുക്ക് ഏതായാലും നോക്കാം ട്രേഡേഴ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പറഞ്ഞുകൊണ്ടിരുന്ന ആ ക്യാൻഡിലിൻ്റെ ക്ലോസും കിട്ടി. അത്യാവശ്യം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ടാർഗറ്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ആണ് ആ ഗ്യാപ്പ് കണ്ടോ, ആ മേളിലത്തെ ഗ്യാപ്പ് വരെയെങ്കിലും മാർക്കറ്റ് എത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്ര സമയമെടുത്ത് അവിടം വരെ എത്തുമെന്നറിയില്ല. ഇനി മാർക്കറ്റ് സൈഡ് വൈസോ വല്ലതും ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു 50 പോയിൻറ്റ്സിൻ്റെ അടുത്ത് 50 പോയിൻറ്റ്സിൻ്റെ മേളിൽ കയറിയിട്ട് മാർക്കറ്റ് സൈഡ് വൈസ് ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമ്മളുടെ മാർക്കറ്റിൽ മാനുവലി എക്സിറ്റ് ചെയ്യാം. ഇപ്പം ടാർഗറ്റ് കൊടുക്കാത്തതിൻ്റെ ഏരിയ ഇതാണ്. വലിയ ഗ്രീഡ്നെസ് കാണിക്കുന്നതല്ല. നമ്മളുടെ ഒരു ഓവറോൾ ഒരു വേ ഓഫ് തോട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു തിങ്കിങ് എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ് ഫില്ലിംഗ് വരെ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ്. സോ അല്ലാതെ ഗ്രീഡിനെസ് കൊണ്ടല്ല നമ്മളുടെ ടാർഗറ്റ് കൊടുക്കാത്ത. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് മേളിലോട്ട് പോയി ചിലപ്പോൾ ഒരു 50 പോയിൻറ്റ്സ് ആയിരിക്കും. ആ 50 പോയിൻറ്റ്സ് കഴിഞ്ഞ് ആ 50 പോയിൻറ്റ്സ് കഴിഞ്ഞിട്ട് തിരിച്ച് റിവേഴ്സലായി മാർക്കറ്റ് ചിലപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തെന്ന് വരാം. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യരുത് ഗ്രീഡിനെസ് കാണിച്ചുകൊണ്ടാണ്. ഇത് ഗ്രീഡിനെസ് അല്ല, നമുക്ക് അങ്ങനെ ഒരു കൺവിക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മുടെ തോന്നൽ തെറ്റായാലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ തോന്നൽ തെറ്റാണെങ്കിൽ നമ്മളുടെ കൂടിപ്പോയ എന്ത് സംഭവിക്കും, നത്തിങ് ടു വറി. നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും, ദാറ്റ്സ് ഇറ്റ്. അപ്പം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വലിയ വീഡിയോ ആയിപ്പോവും. ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ഒക്കെ വെരി ഗുഡ്, ടാർഗറ്റിനെ ക്രോസ്, വെരി ഗുഡ്. ഡേ ലോയും ഡേ ലോയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. വാ, ഫാൻറ്റാസ്റ്റിക് ക്യാൻഡിൽ. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാജിക് എന്ന് പറയുന്നത്. ഫൈൻ, നല്ലൊരു ഫോൾ, വെരി ഗുഡ്. ഈ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ ഇത്ര പേര് ഇത് തരുമെന്ന് വിചാരിച്ചില്ല. വെരി നൈസ്. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാജിക് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഓവറോൾ തോട്ടും ഇതായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയ വരെ മാർക്കറ്റ് പോകുന്നായിരുന്നു. റിജക്ഷൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും പേടിക്കാനില്ല. നമുക്ക് ഒന്നില്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയയിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റ്ലി കൊണ്ട് വച്ചേക്കാം. ഇപ്പോൾ ഒരു
9,000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. വെരി നൈസ്. നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത അതേ ക്യാൻഡിൽ തന്നെ ഇത്രയും ഓക്കെ, ഫൈൻ. അപ്പോൾ ഇങ്ങനത്തെ ട്രേഡുകളാണ് നമ്മൾ റൈഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ദാറ്റ്സ് നൈസ്. റിജക്ഷൻ വന്നതായിരുന്നു, ആ റിജക്ഷനെയും കൂടെ റിക്കവർ ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോകുന്നുണ്ട്. വെരി നൈസ്. ഇങ്ങനത്തെ മൊമെൻറ്റമാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാൻഡിൽസാണ് ഫോം ആവേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വല്ല കാലത്തുമാണ് അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത്. ഇത് പെട്ടെന്ന് ഇനി എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻഡിലിൻ്റെ ക്ലോസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ക്യാൻഡിൽ ഒരുപാട് സമയമെടുത്താണ് റിജക്ഷൻ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ബയേഴ്സ് അവിടെ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ബയേഴ്സ് വന്നു കഴിഞ്ഞാൽ വെരി ക്ലോസ്. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മളുടെ ട്രേഡിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നു. ട്രേഡേഴ്സ് മാർക്കറ്റ് ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഏരിയ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 13,000 14,000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേക്കാം. അധികമായിട്ട് റിജക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയേക്കാം. ഇനി എല്ലാ അത്യാവശ്യം റിജക്ഷൻ വരുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, മാർക്കറ്റിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ റിജക്ഷൻ വരുന്നുണ്ട്, നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. ഇനി അധികം ഗ്രീൻനെസ് കാണിക്കേണ്ട. നമ്മളുടെ പ്രോപ്പർലി നമ്മൾ വിചാരിച്ചെടുത്ത് മാർക്കറ്റ് റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നല്ലൊരു ഫോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് എക്സാക്ട്ലി ആ ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയ നമ്മൾ പറഞ്ഞ ടാർഗറ്റിൻ്റെ അവിടെ സിംഗിൾ ക്യാൻഡിലെ തന്നെ എത്തി. ഇനിയിപ്പോൾ കൂടുതൽ ഗ്രീൻനെസ് കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങിയേക്കാം. ഓക്കെ, ഓവറോൾ ഒരു 9,000 ഫ്ലൈൻ. നമ്മുടെ ലോസിനെയും കൂടെ റിക്കവർ ചെയ്തിട്ട് ഓവറോൾ ഒരു 9,000 പ്ലസിൻ്റെ ഒരു 11,000 പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മാർക്കറ്റ് നമ്മളുടെ എക്സാക്ട്ലി നമ്മൾ വിചാരിച്ച ടാർഗറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇനി ഗ്രീൻനെസ് കാണിച്ചുകൊണ്ടിരുന്നതിന് ഇപ്പോൾ കിട്ടിയ പ്രോഫിറ്റും കൂടെ കളയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഇന്ന് വളരെ അടിപൊളി ട്രേഡായിരുന്നു. നിങ്ങളെന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നോ, ആർക്കെങ്കിലും ഈ ട്രേഡ് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചോ, ഈ ഒരു മൊമെൻറ്റത്തെ കിട്ടിയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. Thank you. Bye.